നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നാനെ കണ്ടതാ ഒരു ജീപ്പ് വന്ന് ഇടിക്കത്. കുച്ച് ദേർ തക് ഒരു ജീപ്പ് ഉത്തർ ഗഡാതാ. നിന്നോട് ആരെങ്കിലും വല്ലതും ചോദിച്ചോടാ? നീ നിന്റെ നാവും വെച്ച് മിണ്ടാതിരുന്നോണം. ദേ കൊച്ചേ, ഇവിടെ ആർക്കും ഒന്നും അറിയില്ല. ദേ ആ വീട്ടിൽ ക്യാമറ ഉണ്ട്. പിന്നെ കൊച്ചിന് വല്ലതും അറിയണമെങ്കിൽ ദേ അതിൽ പോയി നോക്കണം. സച്ചിയോടൊന്ന് സൂക്ഷിക്കാൻ പറയണം. വിവാഹം, വീട് പണി, അങ്ങനെ നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചില ആളുകൾക്കൊക്കെ അപകടം പറ്റും. ആൾക്കാരുടെ കണ്ണേറുകൊണ്ടുണ്ടാവുന്നതാ. അങ്ങനെയുള്ള കണ്ണേറിൽ സച്ചിയോട് പോയി പെടരുതെന്നൊന്ന് പറയണം. അത് മറ്റൊന്നും കൊണ്ടല്ല. ഇനിയിപ്പോ അവൻ എന്തേലും സംഭവിച്ചാലും നീ ഇതുപോലെ എന്റെ മുമ്പിൽ വന്ന് നിൽക്കാതിരിക്കാനാ. നിന്റെ ഈ CID പണിയൊക്കെ നിർത്തി നീ നിന്റെ ഭർത്താവിന്റെ ആയുസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നോക്ക്. ചിലപ്പോ ഈശ്വരൻ കേട്ടാലോ. ഒരു സംശയക്കാരി വന്നേക്കുന്നു. എന്താ നീ കേട്ടത്? അവൾക്ക് വേദനിക്കണമെങ്കിൽ അവളുടെ താലിക്ക് എന്തെങ്കിലും സംഭവിക്കണമെന്ന് അവക്ക് തോന്നണം. അതായത് സച്ചി. ഇനി അവർ ഉന്നം വെച്ചിരിക്കുന്നത് സച്ചിയേട്ടനെയാണെന്നും. ചേട്ടാ, ഇവിടെയാണോ ഇന്നലെ ആക്സിഡന്റ് നടന്നത്? അതെ, ഇവിടെ തന്നെയാ. ആ ഇടിച്ച വണ്ടി ഇവിടെ അടുത്തുള്ളത് വല്ലതാണോ? എനിക്കറിയില്ല. ശബ്ദം കേട്ട് ഞാൻ നോക്കുമ്പോഴേക്കും ആ വണ്ടി അങ്ങ് പോയി. നിങ്ങളാരാ? എന്റെ ഏട്ടനായിരുന്നു വണ്ടി ഇടിച്ചതേ. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? കാലില് നല്ല പരിക്കുണ്ട്. ഹോസ്പിറ്റലിലാ. ജീവനോടെ ഉള്ളത് എന്റെ ഭാഗ്യം. ഇവിടുന്ന് കൊണ്ടുപോയപ്പോ ഞാൻ കരുതി ആള് തീർന്നു കാണുമെന്ന്. അങ്ങനെയുള്ള ഇടിയല്ലായിരുന്നോ? ചേട്ടനല്ലേ പറഞ്ഞതൊന്നും കണ്ടില്ലായിരുന്നു. പിന്നെ എങ്ങനെ നല്ല ഇടിയായിരുന്നു മനസ്സിലായി? അതിപ്പോ കാണണമെന്നില്ലല്ലോ. ഞാൻ വേഗം ചെന്ന് നോക്കിയപ്പോ നിങ്ങളുടെ ചേട്ടന്റെ കിടപ്പ് കണ്ട് പറഞ്ഞതേ ഉള്ളൂ. നാനെ കണ്ടതാ ഒരു ജീപ്പ് വന്ന് ഇടിക്കത്. കുച്ച് ദേർ തക് ഒരു ജീപ്പ് ഉത്തർ ഗഡാതാ. നിന്നോട് ആരെങ്കിലും വല്ലതും ചോദിച്ചോടാ? നീ നിന്റെ നാവും വെച്ച് മിണ്ടാതിരുന്നോണം. ദേ കൊച്ചേ, ഇവിടെ ആർക്കും ഒന്നും അറിയില്ല. ദേ ആ വീട്ടിൽ ക്യാമറ ഉണ്ട്. പിന്നെ കൊച്ചിന് വല്ലതും അറിയണമെങ്കിൽ ദേ അതിൽ പോയി നോക്കണം. അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അനൂപ് പൂർവ്വസ്ഥിതിയിലേക്ക് തിരികെ വരാൻ കുറേ നാളെടുക്കും. അതുവരെയൊക്കെ വിവാഹം നീട്ടിവെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് ധനുഷിന്റെ കുടുംബത്തെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്ന പോലെ ആകില്ലേ? ധനുഷിനിങ്ങനെ തോന്നിയതും വന്നു പറഞ്ഞതും നല്ല കാര്യം തന്നെയാ. ആ വലിയ മനസ്സും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ നിവൃത്തികേടാ ഞാൻ പറഞ്ഞത്. എന്താച്ചാ എല്ലാരും കൂടി തിരക്കിട്ട ചർച്ചയിലാണല്ലോ. ഒന്നുമില്ല മോനെ, മാഷും കുടുംബവും ആശുപത്രിയിലായതുകൊണ്ട് അവർക്ക് ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റിയെന്ന് വരില്ല. ധനുഷ് അടക്കം ഇവരുടെയൊക്കെ അഭിപ്രായം
വിവാഹം നീട്ടിവെക്കണമെന്നാ. ജ്യോത്സ്യം പറയുന്നത് ഇപ്പൊ നടക്കണമെന്നും മാഷും പറയുന്നത് വിവാഹം നടക്കട്ടെ എന്നാ. എന്താ നിന്റെ അഭിപ്രായം? ഇവരെയൊക്കെ പോലെ തന്നെ ഞാനും ഇതിനെക്കുറിച്ച് ആലോചിച്ചതാ. ജോൽസിന്റെ വാക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതിനു പുറമെ കുറെ കാര്യങ്ങൾ വേറെയുണ്ട്. അതൊന്നും വിവാഹം നീട്ടിവെക്കുന്നതിന് തടസ്സമല്ലെങ്കിലും നിസ്സാരമായി എടുക്കാൻ പറ്റാത്തതാണ്. വിവാഹം നടത്താനും അത് കഴിഞ്ഞുള്ള സൽക്കാരത്തിനും മറ്റും അമ്പലവും ഹാളും ബുക്ക് ചെയ്ത് കഴിഞ്ഞു. വാഹനങ്ങൾ, ഇവന്റ് ടീംസ്, ഭക്ഷണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനോടകം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിനെല്ലാം പുറമെ ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും ക്ഷണിക്കുകയും ചെയ്തു. വിവാഹത്തിന് നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളെങ്കിലും അന്ന് രാത്രിയിലെ ആഘോഷങ്ങൾക്ക് എല്ലാവരെയും ക്ഷണിച്ചിരിക്കുകയാണ്. വിവാഹം മാറ്റിവെക്കുന്ന കാര്യം എല്ലാവരെയും അറിയിക്കാൻ പോലും സമയം കിട്ടത്തില്ല. ഈ പറയുന്ന എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഈ വിവാഹം പറഞ്ഞ സമയത്ത് നടക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ ഉദ്ദേശിച്ച ആഡംബരം കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ വിവാഹ ചടങ്ങ് നടത്തണം. അതെ അച്ഛാ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന കരുതിയല്ലല്ലോ നമ്മളിതൊന്നും തീരുമാനിച്ചത്. ഇനി 4 ദിവസമേ ഉള്ളൂ വിവാഹത്തിന്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യാൻ പോലും സമയമില്ല. പിന്നെ മാഷു അനുവാദം തന്ന സ്ഥിതിക്ക് അങ്ങനൊരു ആലോചനയിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നാ എൻ്റെ ഒരു അഭിപ്രായം. ഇതെല്ലാം മനുഷ്യരുടെ ഓരോരോ അവസ്ഥകളല്ലേ. ധനുഷും സ്നേഹയും ഇനി ആ കാര്യങ്ങൾ ഓർത്ത് വെറുതെ ടെൻഷൻ ആവണ്ട. നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ വിവാഹം നടത്താം. ഇനി 4 ദിവസം എന്ന് പറയുമ്പോൾ സമയം അടുത്തു. ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതുമായിട്ട് മുന്നോട്ട് പോവാം. അച്ഛാ, കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി എല്ലാവർക്കും ഡ്രസ്സുകളും ആഭരണങ്ങളും വാങ്ങണം. അതിനെയും നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവത്തില്ല. ഇന്ന് തന്നെ പോയാലോ എന്നാലോചിക്കുക. ഇന്ന് തന്നെ എല്ലാവരുമായിട്ട് പൊയ്ക്കോളൂ. അപ്പൊ അവരവർക്ക് ആവശ്യമുള്ളത് അവർക്ക് തന്നെ എടുക്കാവല്ലോ. ഞാൻ വരുന്നില്ല. എന്റെ ഭാര്യയുടെ സഹോദരനും അനിയന്റെ ഭാര്യയും ഹോസ്പിറ്റലിലാണ്. ഞാനും അർച്ചനയും അങ്ങോട്ട് പോകും. പിന്നെ ഓഫീസിൽ എനിക്ക് ചില അത്യാവശ്യ ജോലികളുണ്ട്. എല്ലാവരും വിവാഹത്തിരക്കിലായ പിന്നെ അതൊക്കെ പെൻഡിങ് ആവും. അതുകൊണ്ട് എന്നെ ആരും ഒന്നിനും പ്രതീക്ഷിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.